ശബരിമലയിൽ വീണ്ടും ഭക്തജന തിരക്ക്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി കാര്യമായ തിരക്ക് അനുഭവപ്പെട്ടിരുന്നില്ല. ഇന്ന് പുലർച്ചെയോടെ വീണ്ടും ഭക്തജന തിരക്കിലേക്ക് നീങ്ങുകയാണ് ഭഗവാന്റെ സന്നിധാനത്തു നിന്നും അരുൺ കൊടുങ്ങൂർ ചേരുന്നു കൂടുതൽ വിശദാംശങ്ങളുമായി. അരുൺ, സ്വാമി ശരണം. സന്നിധാനത്ത് വീണ്ടും ഭക്തജന തിരക്ക് തുടരുകയാണ്. എന്തായാലും കഴിഞ്ഞ 2 ദിവസങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ പ്രവൃത്തി ദിവസമല്ലാത്ത ശനിയും ഞായറും തിരക്ക് എന്നാൽ കുറവായിരുന്നു താനും, അല്ലേ? ഇന്നിപ്പോൾ വീണ്ടും സജീവമായിരിക്കുന്നു ഭക്തജന തിരക്ക് എന്ന് തന്നെയാണോ അവിടെ നിന്നും നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? തീർച്ചയായും നമ്മൾ ഇന്നലെ തന്നെ ആ സൂചന നൽകിയതാണ്. എന്തായാലും കഴിഞ്ഞ ആഴ്ചയും ഇതേ രീതിയിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ശനി ഞായർ ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് അവധി ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള ഒരു തിരക്കുണ്ടാകുമെന്നൊക്കെ തന്നെ കണക്കാക്കിയിരുന്നു. പക്ഷേ ആ 2 ദിവസങ്ങളിലും ഈ മണ്ഡലകാലത്തെ ഏറ്റവും കുറവ് തീർത്ഥാടകർ എത്തിയ 2 ദിവസമായിരുന്നു അത്. പക്ഷേ ഇന്നലെ രാത്രിയോടെ തന്നെ വീണ്ടും ഭക്തജന തിരക്കിലേക്ക് ശബരിമല സന്നിധാനം പോയിരിക്കുകയാണ്. എന്തായാലും പുലർച്ചെ 3 മണിക്ക് നട തുറന്നപ്പോൾ മുതൽ തന്നെ അണമുറിയാത്ത ഒരു ഭക്തജന പ്രവാഹമാണ് ശബരിമല സന്നിധാനത്തേക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമ്മൾ ഇന്നലെ ഈ സമയത്ത് ഇവിടെ നിന്നും ലൈവ് ചെയ്യുന്ന സമയങ്ങളിൽ നമുക്കറിയാം, നടപ്പന്തലാണെങ്കിലും അതോടൊപ്പം തന്നെ ഫ്ലൈ ഓവർ ആണെങ്കിലും കാലിയാകുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ വീണ്ടും ആ പഴയ ഒരു തിരക്കിലേക്ക് ശബരിമല സന്നിധാനം പോയിരിക്കുകയാണ്. ഇന്ന് ഇതുവരെയും 25,000-ലധികം ഭക്തരാണ് ഭഗവാനെ കാണാനായി എത്തിയത്. ഇന്നലത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഇന്നലെയും മിനിഞ്ഞാന്നുമായി ശരാശരി 70,000-ലധികം ഭക്തർ, അല്ലെങ്കിൽ 75,000-ഓളം ഭക്തർ മാത്രമാണ് ശബരിമല സന്നിധാനത്തേക്ക് എത്തിയിരുന്നത്. എന്തായാലും ആ ഒരു തിരക്ക് അല്ല ഇന്നുണ്ടാകുക എന്നുള്ള കാര്യം ഉറപ്പാണ്. എന്തായാലും സ്പോട്ട് ബുക്കിംഗ് 5,000 എന്നുള്ള കാര്യം നിജപ്പെടുത്തി തന്നെ വെച്ചിരിക്കുകയാണ്. തിരക്ക് നിയന്ത്രണത്തിൻ്റെ ഭാഗമായാണ് ഹൈക്കോടതിയുടെ ഒരു നിർദ്ദേശപ്രകാരമാണ് ഇത്തരമൊരു തീരുമാനം ഉള്ളത്. എന്തായാലും 5,000 ഭക്തർക്ക് മാത്രമാണ് സ്പോട്ട് ബുക്കിംഗ് വഴി ഭഗവാനെ കാണാനുള്ള ഒരു അനുവാദം ഉള്ളത്. വെർച്വൽ ക്യൂ വഴി 70,000 എന്നുള്ള സംഖ്യ ജനുവരി പകുതിയോടെ, അല്ലെങ്കിൽ ജനുവരി 10-ാം തീയതി വരെ ആ ഒരു സ്ലോട്ടുകളൊക്കെ തന്നെ പൂർണ്ണമായും നിറഞ്ഞു നിൽക്കുകയാണ്. എന്തായാലും വരും ദിവസങ്ങളിലും ഈ തിരക്ക് വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും കഴിഞ്ഞ 2 ദിവസത്തെ തിരക്ക് കുറവ് മാറിയിരിക്കുകയാണ്. എന്തായാലും വലിയ രീതിയിലുള്ളൊരു ഭക്തജന തിരക്കിലേക്ക് ശബരിമല സന്നിധാനം പോവുകയാണ്. എന്തായാലും മണിക്കൂറുകൾ വരി നിന്നാൽ മാത്രമേ ഭഗവാനെ ദർശിക്കാനാകൂ എന്നുള്ള ഒരു സ്ഥിതിയിലേക്ക് വീണ്ടും കാര്യങ്ങളായി. കാരണം ഇന്നലെയൊക്കെ തന്നെ 18-ാം പടിയൊക്കെ തൊഴുത് ഏറ്റവും ഭംഗിയായി തന്നെ ഭഗവാനെ ദർശിക്കാനുള്ള ഒരു സാഹചര്യമായിരുന്നു എത്തിയ ഭക്തർക്കൊക്കെ തന്നെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് ആ സാഹചര്യം മാറിയിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് ഭഗവാന്റെ തിരുസന്നിധിയിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പുലർച്ചെ 3 മണിക്ക് ആരംഭിച്ച ആ ഒരു തിരക്ക് അതുപോലെ തന്നെ ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ്. എന്തായാലും ഫ്ലൈ ഓവർ അടക്കം നിറഞ്ഞ് നിൽക്കുന്ന ഒരു സാഹചര്യം. അതോടൊപ്പം തന്നെ നടപ്പന്തലിനും വലിയ തിരക്കുണ്ട്. പക്ഷേ നിയന്ത്രണങ്ങളൊന്നും ഇല്ല. തിരക്ക് നിയന്ത്രണ വിധേയമായി തന്നെയാണ് നിലവിൽ മുന്നോട്ട് പോവുകയും ചെയ്തത്. എന്തായാലും ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിലാണ് ശബരിമല സന്നിധാനമുള്ളത്. എന്തായാലും വരും ദിവസങ്ങളിലും ഈ ഒരു തിരക്ക് വലിയ രീതിയിൽ വർദ്ധിക്കാനുള്ള ഒരു സാധ്യതയാണ്. കാരണം 12 വിളക്ക് കഴിഞ്ഞ് ഇനി മലയാളികളടക്കമുള്ള ഒരു ഭക്തരുടെ ഒരു നീണ്ട നിര തന്നെ സന്നിധാനത്തേക്ക് പ്രതീക്ഷിക്കാൻ തന്നെ വലിയ രീതിയിലുള്ള ഒരു തിരക്കിലേക്ക് ശബരിമല സന്നിധാനം പോവുകയാണ് രോഹിണി. ശരി അരുൺ, രാവിലെ മുതൽ തന്നെ വലിയ രീതിയിലുള്ള ഭക്തജന തിരക്ക് തന്നെയാണ് സന്നിധാനത്ത് അയ്യനെ കാണാനായി എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. അരുൺ കൊടുങ്ങൂറാണ് തത്സമയ വിവരങ്ങൾ നൽകിയത്.